അപ്പോൾ നമുക്കിത് എത്ര തട്ട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ 7 തട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഓരോ പ്രോഡക്ട്സ് നമ്മളിവിടെ ഉണക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ ഈ ഡ്രയറിൽ എല്ലാവിധ സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അത് അതിൻ്റെ കളറോ അതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഡ്രയറിൻ്റെ പ്രത്യേകത വരുന്നത്. ഓയിൽ മില്ലിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ മെഷീൻ ഡ്രയർ. നമുക്കൊരു നാളികേരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉണക്കിയെടുക്കുന്ന ഡ്രയറാണ് വരുന്നത്. അതും പല മോഡലുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞ മെഷീൻ വരുന്നത്. ഒരു 3 തട്ട് വരുന്ന ഒരു 60ഓളം നാളികേരം നമുക്ക് ഒരേ സമയം ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞ മെഷീനാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരിക 5 തട്ടിൻ്റെ വരും. അത് കഴിഞ്ഞാൽ അടുത്ത മോഡലാണ് 7 തട്ടിൻ്റെ വരുന്നത്. അപ്പോൾ ഇതാണ് പൈനാപ്പിൾ ഉണക്കിയതാണ്. അതുപോലെ തന്നെ ആപ്പിൾ ഉണക്കിയത്, നമ്മുടെ സവാള ഉണക്കിയത്, പച്ചക്കായ ഉണക്കിയത്, ക്യാരറ്റ് ഉണക്കിയത്, ബീൻസ് ഉണക്കിയത്, പച്ചമാങ്ങ ഉണക്കിയത്, പഴം ഉണക്കിയത്, ബീട്രൂട്ട് ഉണക്കിയത്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണക്കിയത്, മുളക് ഉണക്കിയത്, നെല്ലിക്ക ഉണക്കിയത്, മുളക് ഉണക്കിയത്. ഇതേപോലെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് മീൻ ഉണക്കണം, ഒരു മീൻ കർഷകരാണെങ്കിൽ മീൻ ഉണക്കണം എന്നുണ്ടെങ്കിൽ മീൻ ഉണക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇടിയിറച്ചി ആക്കണം, ഇറച്ചി ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റും. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രയറാണ് വരുന്നത്. മൾട്ടിപർപ്പസ് ഡ്രയറാണ്. ഡ്രയറുകൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഡ്രയറുകളും അവൈലബിൾ ആയിട്ടുണ്ട്.